ഹലോ ഫ്രണ്ട്സ്, മഴതൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കമല ആകെ ദേഷ്യത്തിലാണ്. വീട്ടിലിരുന്ന് ശിവനോടും മനുവിനോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ചിട്ട് എന്തേ ഹരിയെ ഇറക്കാൻ പറ്റിയില്ല? രോഹിത്തിനെ മാത്രം ഇറക്കിയിട്ട് വന്നിരിക്കുന്നല്ലേ? ഇത് അവളുടെ ഒറ്റൊരാളുടെ കളിയാണ്, ആ അലീനയുടെ. അമ്മ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അലീന അങ്ങനെ ആർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പോവില്ല. ഇടാ, അതൊക്കെ അവളും ബാലചന്ദ്രനും കൂടെ ഒത്തുള്ള കളിയാണ്. നിങ്ങളെടുത്ത് ആർക്കും പറയാതെ അവർ രഹസ്യമാക്കി രോഹിത്തിന് വേണ്ടി മാത്രം വാദിച്ചു. ആ ശരണ്യയുടെ വീട്ടിലെ അവൾ എന്തിനായിരുന്നു പലതവണ പോയിരുന്നത്? അവളെ ആശ്വസിപ്പിക്കാനെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞത്? അത് ഞാൻ അങ്ങനെയൊന്നും പറയില്ല, ഇങ്ങനെയൊന്നും പറയില്ല, അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പോയതെന്നും, സത്യം പറഞ്ഞാൽ രോഹിത്തിനെ രക്ഷിക്കണമെന്ന് പറയാൻ തന്നെ അവളവിടെ പോയത്. നിങ്ങൾ രണ്ടുപേരും കുറേ നാളുകൊണ്ട് എന്തൊക്കെയായിരുന്നു, പാർട്ടിക്കാരെ കാണുന്നു, കോടതി പോകുന്നു, വക്കീലിനെ കാണുന്നു, പോലീസുകാരെ കാണുന്നു, ഇങ്ങനെ ഓടി നടന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിടാ? അവൾ ഒറ്റ ദിവസം കൊണ്ട് വിചാരിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ? എൻ്റെ പൊന്നമ്മേ, ഹരി തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവന് ശിക്ഷ കിട്ടിയത്. പക്ഷേ രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനടാ അവരെ കൂടെ ഇവനും കൂടെ പോയത്? എനിക്ക് വയ്യ. അമ്മയോട് എനിക്ക് ഇതിൽ കൂട്ടത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല. ഉപ്പ് തിന്നുന്നവൻ എന്നായാലും വെള്ളം കുടിക്കും, എപ്പോഴായാലും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മേ, നിങ്ങൾക്കൊന്നും ഞാൻ പറയണത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയണതല്ല ഞാൻ വിശ്വസിച്ചിരിക്കണം അല്ലേ? അമ്മയുടെ പാടുമൊക്കെ എന്ത് വേണം വിശ്വസിച്ചോ. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം അമ്മ മനസ്സിലായിക്കോ, ഇതിൽ നമ്മുടെ അലീനയ്ക്ക് യാതൊരു പങ്കുമില്ല. അലീന ശരണ്യയുടെ അടുത്ത് പോയെന്നും സമാധാനിപ്പിച്ചെന്നും ഒക്കെ ശരി തന്നെയാണ് എന്നും പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളിലോ ഒരാളെ സ്വാധീനിക്കാൻ നോക്കുന്നതിലോ ഒന്നും അലീന പങ്കല്ല. ഞാനതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് മനു അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് റൂമിലേക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ രാവിലെ തന്നെ സബ് ജയിലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുവാണ്. തലേ ദിവസമേ ബബിതയോട് പറഞ്ഞിരുന്നല്ലോ, നീ നമ്മുടെ വൈജയന്തി നീ കൂടെ അച്ഛനോട് പോകണം, എന്തായാലും അലീനെ കൂടെ വിടരുതെന്നാ. ഇനി അലീനെ കൂടെ കൊണ്ടുപോയാലും നീയും കൂടെ പൊക്കോളണം, വണ്ടിയിൽ കയറി ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബബിത അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ എങ്ങോട്ടാണ് പോകുന്നത്? രോഹി എന്ന് വിളിച്ചിട്ട് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ ഞാനും കൂടെ വന്നോട്ടെ അച്ഛാ. അതിനെന്താ, നീയും കൂടെ പോന്നോ? അത് അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബബിത അകത്ത് പോവുകയാണ്. അലീനയോട് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ, നീ വരുന്നില്ലേ? വേണ്ട അച്ഛാ, ഞാൻ വരുന്നില്ല. കൃഷ്ണമോളോ? ഞാനും വരുന്നില്ല. അച്ഛൻ വിളിച്ചുകൊണ്ട് വന്നാൽ മതി. എന്തായാലും അവനെ കൂടെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഏറ്റവും കൂടുതലുള്ള യോഗ്യത അലീനയ്ക്കാണ്. സാരി വിളിച്ച ഞാൻ എപ്പോഴും കർട്ടന് പിന്നിൽ നിന്നോളാം, അതാ എനിക്കിഷ്ടം എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ പുറത്തേക്ക് പോവാട്ടോ. സബ് ജയിലിൽ ചെല്ലാണ്. ഈ സമയത്ത് നമ്മളെ രോഹിയെ ജയിലിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആയിട്ടുണ്ട്. പുറത്തേക്ക് വിടുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്ന് ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, ഇവൻ്റെ എന്താണ് ബന്ധം എന്നൊക്കെ ചോദിച്ചിട്ട് പേരൊക്കെ എഴുതി ഒപ്പിടിച്ചൊക്കെ വാങ്ങിച്ചിട്ട് രോഹിയെ പുറത്തേക്ക് ഇറക്കുകയാണ്. രോഹിയാണെങ്കിൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കേട്ടോ. ഇത്രയും ദിവസം ജയിലിൽ കിടന്നതും നാണക്കേടും ഒക്കെ ആയിട്ട് ഒരു വല്ലാത്ത പരിവായിട്ടാണ് രോഹി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. വരുന്നുടനെ തന്നെ ബാലചന്ദ്രൻ പോയി ആ കയ്യിൽ പിടിക്കുന്നുണ്ട്, വാ മോനെ വണ്ടിയിലേക്ക് കയറുന്നു. എന്നിട്ട് നേരെ കാറിൻ്റെ അടുത്തേക്ക് വന്ന് ഡോറ് തുറന്നെടുക്കുകയാണ്, ഫ്രണ്ട് ഡോറ്. അവിടെ കയറുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ബാക്കിലത്തെ ഡോർ തുറന്ന് അകത്തേട്ട് കയറുകയാണ്. ബബിത പറയണം, എന്താ രോഗിയേട്ടാ ഇത്, ഫ്രണ്ടിലിരിക്കുക? മിണ്ടുന്നില്ല കേട്ടോ, ഒറ്റ അക്ഷരം പോലും. അപ്പം ബാലചന്ദ്രൻ പറയാം, ബബി നീ ഫ്രണ്ടിലേക്ക് കയറിക്കോ. അങ്ങനെ ബബിത ഫ്രണ്ടിലിരിക്കുകയാണ്. പോകുന്ന വഴി എങ്ങനെയെങ്കിലും രോഹിയെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണമല്ലോ എന്ന് വെച്ചിട്ട്, എടാ നീ എന്താ ഒന്നും മിണ്ടാത്തേ? നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട മോനെ, നിന്നെ അങ്ങനെ ഞങ്ങൾക്ക് കൈവിടാൻ പറ്റുമോ? ഞങ്ങളെപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ആർക്കായാലും ഒരു തെറ്റൊക്കെ പറ്റും, അത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മളങ്ങ് ക്ഷമിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും രോഹി ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. വല്ലാത്ത മാനസികാവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, രോഹിയേട്ടാ അച്ഛൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ, എന്താ മിണ്ടാതിരിക്കുന്നേ? എന്നിട്ട് ഒരു മറുപടി ഇല്ല. നേരെ വീട്ടിലേക്ക് ഇതിനിടയ്ക്കൂടെ നമ്മുടെ വൈജയുടെ ഇവിടെ ഒരു സിസ്റ്റർ വന്ന് പറയുന്നുണ്ട്, മാഡം ഒരു കാര്യം അറിഞ്ഞോ? മാഡത്തിൻ്റെ മോനെ ജാമ്യം കിട്ടി, പത്രത്തിലൊക്കെ ഉണ്ട്. അത് ശരി, എവിടെ നോക്കട്ടെ. അങ്ങനെ ഒരു മൂലയിൽ തന്നെ ഒരു വാർത്ത കണ്ടു. അപ്പം തന്നെ വൈജ പറയാ, കണ്ടോ പീഡന കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞപ്പം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തലക്കെട്ടോടുകൂടി വലിയ വലിയ ഫോട്ടോകളും ഒക്കെ ആയിട്ട് വന്നു. എന്നാൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ വാർത്തയിൽ ഏറ്റവും കുഞ്ഞു ഭാഗത്തൊരു കോളത്തിൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് പത്രക്കാരന്മാരെ ഒരു പരിപാടി, ഇമാരൊക്കെ പിടിച്ച് 4 എണ്ണം കൊടുക്കണം എന്നിങ്ങനെ വൈജ പറയാണോ? അപ്പോൾ സിസ്റ്റർ പറയാണോ? അത് ശരിയാണ് മാഡം പറഞ്ഞത്. പിന്നെ പത്രക്കാർക്കും ഇല്ലേ ചില കാര്യങ്ങളൊക്കെ, അവരുടെ നിലനിൽപ്പിന് വേണമെങ്കിൽ പീഡന കേസിൽ ആളെണ്ണം കൂടുതലാണെന്നൊക്കെ പറഞ്ഞാലല്ലേ ആൾക്കാർ വായിക്കത്തുള്ളൂ. അതൊക്കെ അവരുടെ ഒരു ട്രിക്കാണ് മാഡം. അതൊക്കെ ശരിയാ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് വന്ന രോഗി കാറിൽ നിന്ന് ഇറങ്ങാൻ തന്നെ മടിക്കാൻ കേട്ടോ.
കാരണം ബാലചന്ദ്രൻ മുറ്റത്തേക്കൊന്ന് കോളിംഗ് ബെല്ലടിക്കുകയാണ്. കുറച്ച് താമസിച്ചാണ് അലീന വന്ന് ഡോറ് തുറന്നത്. അത്രയും സമയം കാറിൽ നിന്ന് ഇറങ്ങാനുള്ള മടി കൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഡോറ് തുറന്നതിന് ശേഷം മാത്രമാണ് കാറിനകത്ത് നിന്നും രോഹിത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന കേട്ടോ. ഇറങ്ങി അകത്തേക്ക് കയറി വരുമ്പോൾ രോഹി ഏട്ടാന്നൊക്കെ നമ്മൾ കൃഷ്ണ പോയി വിളിക്കുന്നുണ്ട്, മൈൻഡ് പോലും ചെയ്യണില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയാം, രോഹി നിൽക്കട അവിടെ, ഒന്ന് സംസാരിച്ചിട്ട് പോവാന്നില്ലേ. രോഹിക്ക് നടക്കാൻ പറ്റില്ല, കാലൊക്കെ വേച്ചും ഇഷ്ടംപോലെ അടിയൊക്കെ കൊണ്ടതല്ലേ പോലീസിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ മേളിലേക്ക് റൂമിലേക്ക് കയറി പോവാണ്. അത് കഴിഞ്ഞ് അലീനെ ആരും നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയണേ, ഇവൻ എന്താ ഇങ്ങനെ വന്ന പാടെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഇപ്പം എന്തേ മേളിലേക്ക് കയറി പോകുന്നത്, എന്തെങ്കിലും അവന് മിണ്ടിക്കൂടെ. അപ്പോഴാണ് അലീന പറയണത്, അച്ഛാ അവൻ നാണക്കേട് കാണും, ഇത്രയും ദിവസം ജയിലിൽ കിടന്നതല്ലേ, പിന്നെ ഒരു വല്ലാത്തൊരു മാനസിക അസ്വസ്ഥത കാണില്ലേ, നമ്മളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണില്ലേ, കുറച്ച് സമയം എടുക്കുമോ വെച്ചാൽ. അവനിപ്പം വെറുതെ നിർബന്ധിച്ച് വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്, അവന് മനസ്സൊക്കെ ഒന്ന് മാറി വരാൻ സമയം കൊടുക്കുക എന്ന് പറയാം കേട്ടോ. അങ്ങനെ അതും ശരിയാണെന്ന് പറയാണ്. പക്ഷേ ബബിത എന്നിട്ട് അകത്തേക്ക് ചെന്നിട്ട് ഈ കാര്യം എത്രയും വേഗം അമ്മയെ അറിയിക്കണമല്ലോ, ഫോൺ എടുത്ത് വൈജിയെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ വൈജിക്ക് സന്തോഷമായി മോൻ വന്നതിൽ. പിന്നെ അലീന കൂടെ പോയിട്ടില്ല, ബബിത മാത്രമാണ് പോയതെന്നും കൂടെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിലും അവൾ അങ്ങനെ തന്നെയാണ്, എവിടെയെങ്കിലും പോകണമെങ്കിലും അച്ഛൻ്റെ കൂടെ കാറിൽ ഫ്രണ്ട് സീറ്റിലും കയറി ഇരുന്നോളും, അവളുടെ എന്തോ വകയാണെന്ന് പറഞ്ഞ്. എന്തായാലും ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലോ നീ ഇന്ന് കൂടെ പോയത്, ഇല്ലെങ്കിൽ ഇപ്പോൾ അവൾ കൂടെ പോയനായിരുന്നു എന്ന് അമ്മ പറയാം. പോയിട്ട് ഇപ്പോൾ രോഹിക്ക് എങ്ങനെയുണ്ടടി, രോഹി നല്ല ഇതായിട്ടാണോ, സന്തോഷമാണോ? രോഹിയേട്ടൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല അമ്മേ, എന്താ കാര്യം ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. സാരയില്ല, അവൻ എന്തായാലും തെറ്റ് കാരനല്ലാന്നും പറഞ്ഞ് ജാമ്യം കിട്ടിയില്ലേ, ഒക്കെ ശരിയായി വരും. അവന് ആരോടൊന്നും മിണ്ടിയില്ലെങ്കിലും അവൻ എന്നോട് മിണ്ടും, നീ ആ ഫോണൊന്ന് കൊണ്ട് കൊടുത്ത് ഞാനൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ ബബിത മടിച്ച് രോഹിയേട്ടാ വാതിൽ തുറന്നേന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാതിൽ തുറപ്പിക്കുക. രോഹിക്ക് ദേഷ്യം വന്നിട്ട് പറയണ്ട, എന്തിനാ വന്ന് വാതിൽ തട്ടി മുട്ടുന്നത്, എന്താ രോഹിയേട്ടാ ഇങ്ങനെയൊക്കെ, എനിക്ക് ആരെയും കാണാൻ വേണ്ട, അമ്മ ലൈനിലുണ്ട്, എനിക്ക് സംസാരിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, എടുത്തോട്ട് പോയേ അങ്ങോട്ടെന്നും പറഞ്ഞ് വലിച്ചങ്ങോട്ട് ഡോറടയ്ക്കാനുണ്ട്. അത് നമ്മുടെ വൈജ ഫോണിൽ കേൾക്കുകയാണ് കേട്ടോ. കണ്ടോ മേ, ഇതാണ് രോഹിയേട്ടൻ്റെ സ്വഭാവം, നീ ഫോണ് വെച്ചോ, പിന്നെ എങ്ങനെ ഞാൻ അവനോട് സംസാരിച്ചോളാം, എന്താ അവന് ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് അവർ. അത് കഴിഞ്ഞ് ബബിത താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ രോഹിത്തിനുള്ള ജ്യൂസും ഒക്കെ ആയിട്ട് അലീന വരുന്ന കേട്ടോ. ബബിതയെ കാണുമ്പോൾ തന്നെ പറയാം, കൊള്ളാം, നീ അങ്ങോട്ട് മേളിലേക്ക് കൊണ്ട് ചെന്നോ. അങ്ങനെ അലീന അതും കൊണ്ട് മേളിൽ ചെന്ന് കയറി രോഹിത്തിനെ തട്ടി വിളിക്കുക കേട്ടോ. രോഹിത്തിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം, എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത്, എനിക്കിതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. വീണ്ടും അലീന നിർബന്ധിക്കുമ്പോൾ കയ്യിലിരുന്ന ജ്യൂസും ചായയും ഒക്കെ തട്ടി ഒരു എറിയ കേട്ടോ. പാവം അലീന പേടിച്ച് വിറച്ച് പോയി, മൊത്തം തട്ടി മറിച്ച് പൊട്ടിച്ച് കളയാണ് രോഹിത്ത്. ഇതൊക്കെയാണ് കേട്ടോ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.